ചേട്ടാ നീ വാ ചേട്ടാ. എടാ, ചെറിയ വയസ്സ് തൊട്ട് ഓരോരുത്തനെയും കൊന്നും കുഴിച്ചും എന്നെ എതിർത്തവന്റെ ഒക്കെ ആളും അഡ്രസ്സും ഇല്ലാണ്ടാക്കിയവനാടാ ഞാൻ. വേണ്ട, പിന്നെയും പ്രശ്നമുണ്ടാക്കാനാണ് വിചാരമെങ്കിൽ വേണ്ട. അവന്റെ 2 കൈയും വേണ്ട. അവന്റെ തല വെട്ടി എന്റെ കാൽ കീഴെ വെക്കടാ. ആശാൻ പറഞ്ഞില്ലേ, വന്നെടുക്കടാ. ചെല്ലടാ. കൊല്ലടാ അവനെ. വാടാ. എന്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞതല്ലേ. ഹൈവേയിൽ ഓടുന്ന ലോറിയുടെ ബോഡിയാടാ എന്റേത്. നടുക്ക് എന്തെങ്കിലും വന്നാ ഇടിച്ചിട്ടിട്ട് പോകുന്നു ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ.
നല്ലവരായോണ്ടാ അവരെല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു. അത് മനസ്സിലാക്കിയാ നന്ന്. വേണ്ടാന്ന് പറഞ്ഞപ്പോ കേട്ടാ, ഇപ്പൊ കിട്ടിയില്ലേ? അയ്യോ, നാട്ടുകാരെല്ലാം പറയുന്ന പോലെ വീട്ടിലാ നിങ്ങൾ പുലി, പുറത്തു പോയാ വെറും പൂച്ചയാ. ടാ, നീ എന്തിനാടാ ഇങ്ങനെ മോന്തം വീർപ്പിച്ചോണ്ടിരിക്കുന്നത്? പോയി കുളിച്ചു വന്ന് എന്തേലും കഴിക്കാൻ നോക്ക്. ഞാൻ ചുമ്മാ വിടത്തില്ല. ഒരിക്കലും മറക്കാത്ത രീതി അവന് ഞാൻ കൊടുക്കും. നീ പറയുന്നത് പോലെ ഇവരെ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ചെയ്യണം. അമ്മാവാ, ആ ചിട്ടിയെ കണ്ടായിരുന്നോ? ഇല്ല, ഇനിയാ കാണണ്ട. ശരി, ബൈ. ഹലോ നിങ്ങൾ ഓൾറെഡി ലേറ്റ് ആണ്. 3 മണിക്കൂറിൽ വന്നാൽ എന്നെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമോ? സാർ, ഞാൻ അങ്ങോട്ട് വന്നെത്താൻ തന്നെ 4 മണി എടുക്കും സാർ. വന്നേക്കാം സാർ. ആരാടാ? ആ ലോയറാണ്. എന്ത് വേണം അദ്ദേഹത്തിന്? ആ ലോയർ പെട്ടെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് വന്നാ പറഞ്ഞോണ്ടിരിക്കുന്ന അയാള്. എടാ ശിവ, നീ കാർ എടുക്കടാ. ചേട്ടാ, കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. അതെന്ത് പറ്റി? എന്താണെന്നറിയില്ല, രാവിലെ മുതൽ സ്റ്റാർട്ട് ആവുന്നില്ല. പ്രോബ്ലം ഒന്ന് അറിയാമായിരുന്നോ? ഡീസൽ ഉണ്ടോ ഇല്ലയോടാ? ചേട്ടാ, രാത്രി അടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എന്താടാ സ്റ്റാർട്ട് ആവാത്തത്? എന്താണെന്നറിയില്ല, റിപ്പയർ നോക്കണം. ഹേമല, ബസ്സിൽ പോകാം. ശരി, വാ വാ. ഡാ, അതെന്താന്ന് വെച്ചാൽ നോക്കടാ. സാറേ. ശിവ, ഈ വണ്ടിക്ക് എന്താ പ്രശ്നമെന്ന് വേഗം കൊണ്ടുപോയി നോക്ക്. ശരി ചേച്ചി, ഞാൻ എന്താണെന്ന് നോക്കിയേക്കാം. എനിക്ക് അവരെ കുറിച്ച് അറിയാം സാറേ. പണം കൊണ്ടുവന്ന് അവർ വരില്ല. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ എമൗണ്ട് നമുക്ക് തിരിച്ചു കൊടുക്കാം അല്ലേ? ആ, അതൊക്കെ തിരിച്ചു കൊടുക്കാം. ശരി, പ്രശ്നമൊന്നും വരാതെ നോക്കിക്കോ. എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? ആ, വാ വാ, നമസ്കാരങ്ങളെ. പുള്ളിക്കാരൻ എവിടെയാ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ, കൺസ്ട്രക്ഷൻ ജോലിയിൽ ബിസി ആയിരിക്കുക. അദ്ദേഹം എന്റെ കയ്യിൽ കാശ് തന്നു വിട്ടിട്ടുണ്ട്. ഓഹോ, ആയിക്കോട്ടെ. കമൽ സാർ. ഇത് നിന്റെ പെങ്ങളാണോ? ഏയ് അല്ല സാർ, എൻ്റെ മരുമകളാ. പെർഫെക്റ്റ്. എമൗണ്ട് മുഴുവനുണ്ട് സാർ. ഇനി വേറൊന്നുമില്ല. ഒരു മിനിറ്റ്. ഇതാ ഈ വീടിൻ്റെ ഡോക്യുമെന്റ്സ്. ഇതൊന്ന് ആദ്യം ചെക്ക് ചെയ്യേ. നിങ്ങളെല്ലാം ചെക്ക് ചെയ്തല്ലേ? ആ, ഓക്കെ. ഇതാ ഇവിടെ, അവിടെ സൈൻ ചെയ്യും. ഇതാ ഇവിടെ ഒന്ന്. ഇവിടെ സാറും ഒന്ന് സൈൻ ചെയ്യേണ്ടി വരും. ഇതാ ഇവിടെ. ഹലോ സാർ, ഇവിടെ എന്താണ് നടക്കുന്നത്? ഇന്ന് മുതൽ ഈ വീട് നിങ്ങളുടെയാ. ഇതാ നിങ്ങൾക്കുള്ള ഡോക്യുമെന്റ്സ്. എടാ വൃത്തികെട്ടവന്മാരെ, ഇത് താക്കോല്. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടായി വീട് മേടിച്ചെന്ന് നിനക്ക് അറിയാവോടാ? എടാ ദുഷ്ട, എത്ര ആഗ്രഹിച്ചതാ ഞങ്ങൾ ഇത് വാങ്ങിക്കാൻ. നീ മറ്റൊരാൾക്ക് വിൽക്കുന്നോ? നിന്നെ ഞാൻ വാ പോവാം. ആ